എന്നെ സ്നേഹിക്കാൻ പഠിപ്പിച്ച പാഠം. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ കുട്ടികൾ സഭാഹാളിൻ്റെ സമീപമുള്ള ചെറിയ ക്ലാസ് മുറിയിൽ ഒന്നിച്ചു കൂടി. ക്ലാസ് മുറിയുടെ ഭിത്തികൾ കൈകൾ കൊണ്ട് തയ്യാറാക്കിയ ചാർട്ടുകളും നിറമങ്ങിയ ബൈബിൾ വചനങ്ങളും കൊണ്ട് അലങ്കരിച്ചിരുന്നു. അധികം കുട്ടികൾക്കും സൺഡേ സ്കൂൾ ഒരു പതിവ് കാര്യമായിരുന്നു. പക്ഷെ ഡാനിയേലിന് അത് നിശബ്ദമായി പങ്കെടുത്ത തൻ്റെ ചിന്തകൾ തന്നിൽ തന്നെ ഒതുക്കി നിർത്തിയ ഇടമായിരുന്നു. ഡാനിയേൽ അവസാന നിരയിലാണ് ഇരുന്നത്. അവൻ കഠിനക്കുട്ടി എന്ന പേരിൽ അറിയപ്പെട്ടു. എളുപ്പം വഴക്കിടുന്നവൻ, കഠിനമായി സംസാരിക്കുന്നവൻ, മറ്റുള്ളവരിൽ നിന്ന് അകലം പാലിക്കുന്നവൻ. എന്നാൽ ആരും അറിഞ്ഞിരുന്നില്ല ഡാനിയേൽ ഒരു ഭാരമേറിയ ഹൃദയം കൊണ്ട് നടക്കുകയാണ് എന്ന്. വീട്ടിൽ സ്നേഹം അപൂർവമായിരുന്നു, വാക്കുകൾ മൂർച്ചയുള്ളവ, തകർന്ന വിശ്വാസം. ആ ഞായറാഴ്ച അവരുടെ അധ്യാപിക മിസ്സിസ് തോമസ് ബോർഡിൽ ഒരു വചനം എഴുതി കാണിച്ചു. ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ കൽപ്പന തരുന്നു. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം. യോഹന്നാൻ 13:34. ടീച്ചർ ക്ലാസ്സിലോട്ട് തിരിഞ്ഞു ചോദിച്ചു, ഈ കൽപ്പന എങ്ങനെയാണ് പുതിയതാകുന്നത്? കുട്ടികൾ ലളിതമായ ഉത്തരങ്ങൾ പറഞ്ഞു. ദയയോടെ ഇരിക്കുക, സഹായിക്കുക, പങ്കിടുക. മിസ്സിസ് തോമസ് പുഞ്ചിരിച്ചു പറഞ്ഞുകൊടുത്തു, യേശു സ്നേഹിക്കുക എന്ന് മാത്രമല്ല പറഞ്ഞത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക എന്നാണ്. യേശു എങ്ങനെയാണ് തന്നെ നിരാശപ്പെടുത്തിയവരെയും നിഷേധിച്ചവരെയും വേദനിപ്പിച്ചവരെയും സ്നേഹിച്ചത് എന്ന് ടീച്ചർ പറഞ്ഞു കൊടുത്തു. അവൻ്റെ സ്നേഹം മനുഷ്യർ തെറ്റ് ചെയ്താലും നിന്നു പോകുന്നതല്ല. ഡാനിയേലിൻ്റെ ഉള്ളിൽ എന്തോ മാറ്റം ഉടലെടുത്തു. സ്നേഹം നേടിയെടുക്കണം, നല്ലതുപോലെ പെരുമാറിയാൽ മാത്രമേ സ്നേഹം കിട്ടൂ എന്നാണ് അവൻ കരുതിയിരുന്നത്. പരാജയത്തിന് ശേഷവും സ്നേഹം നിലനിൽക്കും എന്ന ആശയം അവന് അപരിചിതമായിരുന്നു. പക്ഷേ അത് അവനിൽ പ്രതീക്ഷ ഉളവാക്കി. അന്ന് മിസ്സിസ് തോമസ് ഒരു പ്രത്യേക രീതിയിലാണ് ക്ലാസ് അവസാനിപ്പിച്ചത്. ഓരോ കുട്ടിയെയും നോക്കി ഓരോ നല്ല വാക്കുകൾ പറഞ്ഞു. ക്ഷമ, ധൈര്യം, മൂല്യം എന്നിങ്ങനെ വിളിച്ചു. ഡാനിയേലിൻ്റെ അടുത്ത് എത്തിയപ്പോൾ അവർ ഒരു നിമിഷം നിന്നു. എന്നിട്ട് പറഞ്ഞു, ഡാനിയേൽ, ദൈവം നിന്റെ ഹൃദയം കാണുന്നു. അവൻ നിന്നെ ആഴത്തിൽ സ്നേഹിക്കുന്നു. ആ വാക്കുകൾ അവനോട് കൂടെയിരുന്നു. തുടർന്നുള്ള ആഴ്ചകളിൽ ഡാനിയേലിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടായി. അത് ഒരു നാൾ കൊണ്ട് പെട്ടെന്ന് ഉണ്ടായതല്ല, പതിയെ നിശബ്ദമായി. മറ്റുള്ളവരെ തള്ളിയിടുന്നത് അവൻ നിർത്തി. തെറ്റ് ചെയ്താൽ മാപ്പ് പറയാൻ തുടങ്ങി. വീട്ടിൽ കോപം ഉയരുമ്പോൾ അവൻ വചനം ഓർത്തു, ക്ഷമയെ തിരഞ്ഞെടുത്തു. വർഷങ്ങൾക്ക് ശേഷം ഡാനിയേൽ മറ്റൊരു കൂട്ടം കുട്ടികളുടെ മുൻപിൽ നിൽക്കുകയാണ്. കയ്യിൽ തൻ്റെ സ്വന്തം ബൈബിളുമായി. ഒരു സൺഡേ സ്കൂൾ അധ്യാപകനായിട്ട് അവൻ പുഞ്ചിരിച്ചുകൊണ്ട് തനിക്ക് പരിചിതമായ ഒരു വചനം ബോർഡിൽ എഴുതി കാണിച്ചു. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. കാരണം ഒരു ഞായറാഴ്ച ആരോ അവനെയും പഠിപ്പിച്ചിരുന്നു സ്നേഹം വിട്ടുമാറില്ലെന്ന്. അതിനാൽ ആ പാഠം അവൻ്റെ ജീവിതത്തിൽ എന്നേക്കുമായി മാറ്റങ്ങൾ കൊണ്ടുവന്നു. ദൈവവചനം സ്നേഹത്തോടെ പഠിപ്പിക്കപ്പെടുമ്പോൾ അത് അറിവ് തരിക മാത്രമല്ല ചെയ്യുന്നത്, ഹൃദയത്തിൽ മാറ്റം കൊണ്ടുവരും. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. യോഹന്നാൻ 13:34.